Hello everyone, welcome to the first video of the series The Rise of a Wonder Woman. നിങ്ങൾക്ക് തോന്നാറുണ്ടോ നമ്മുടെ ലൈഫ് ഭയങ്കര ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന്? ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ജീവിക്കുന്നതിന് പകരം ജസ്റ്റ് അതിജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് നമുക്ക് ഫുള്ളായിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം വരും എന്നൊരു തോന്നലാണല്ലേ നമുക്കുള്ളത്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഈ ഒരു മൊമെൻ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല. നമ്മളെപ്പോഴും ഓൾറെഡി നടന്നു പോയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മൊമെൻറ്റിനെ കുറിച്ച് നമ്മളെപ്പോഴും മറന്നു പോകാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലിവ് ഇൻ ദി മൊമെൻറ്റ്. നമുക്കൊരു ചെറിയ സ്റ്റോറി വെച്ചിട്ട് തുടങ്ങാം. എൻ്റെ മോള് 4 വയസ്സാണ് അവൾക്കിപ്പോൾ. അപ്പോൾ അവൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് തന്നെ ഫ്ലഷ് ചെയ്യണം. അപ്പോൾ ആദ്യമൊന്നും ഞാൻ സമ്മതിക്കൂലായിരുന്നു, കാരണം അത് കഴിഞ്ഞാൽ പിന്നെ കൈയൊക്കെ നല്ല വൃത്തിക്ക് കഴുകി കൊടുക്കണം ഇതൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പം സ്വന്തമായിട്ട് ഫ്ലഷ് ചെയ്യുമ്പോൾ എന്തോ വലിയ ആളായി എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് മാറി നിന്നിട്ട്, അതായത് പുറത്തേക്കാവുന്നുള്ള പേടിയിൽ കുറച്ച് ക്ലോസറ്റിൻ്റെ അടുത്ത് മാറി നിന്നിട്ട് ഇങ്ങനെ ഫ്ലഷ് ചെയ്യും. എന്നിട്ട് ഫ്ലഷ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് അവസാനം ബായ് പൂപ്പി എന്ന് പറയും. ഇത് ആദ്യമായിട്ട് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി തോന്നും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ഈ ചെറിയൊരു സംഭവം എനിക്ക് തന്നിട്ടുള്ളൊരു തിരിച്ചറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വാസ് തിങ്കിങ് ഹൗ ബ്യൂട്ടിഫുള്ളി ഷി വാസ് എൻജോയിങ് ദ മൊമെൻറ്റ്. അതായത് ഈ ഒരു ടോയ്ലറ്റിനുള്ളിൽ അവൾക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യങ്ങളുമില്ല. അതായത് കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ അവളെ എൻഗേജ് ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റുന്ന ഒരു സാധനങ്ങളുമില്ല. പക്ഷെ എന്നിട്ട് പോലും ആ ഒരു ചെറിയ സമയത്തിൽ ഷി വാസ് ക്രിയേറ്റിംഗ് ദാറ്റ് ഹാപ്പിനെസ്. അല്ലേ, നമ്മൾ വലിയ ആൾക്കാർ മറന്നുപോയിട്ടുള്ളൊരു കാര്യം ഈ ഒരു മാജിക്കാണ്. അതായത് ഓരോ മൊമെൻറ്റിലും നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താൻ പറ്റുമെന്നുള്ള ആ ഒരു മാജിക്ക് നമ്മൾ ഈ എന്താ പറയുക ജീവിതത്തിൻ്റെ ഈ ഒരു ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ ആക്ച്വലി മറന്നുപോയി. സോ നമ്മൾ ഈ മറന്നു പോയിട്ടുള്ള ഈ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. അവരൊരിക്കലും നാളത്തെ കാര്യം ആലോചിച്ച് വറി ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യത്തെ ആലോചിച്ചിട്ട് സങ്കടപ്പെടുകയോ ചെയ്യുന്നില്ല. അവർ ഓരോ നിമിഷത്തിലും അവരുടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എക്കാർട്ട് ടോലെ ദി പവർ ഓഫ് നൗ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന 3 ചോയ്സസേ ഉള്ളൂ. അതായത് നമുക്ക് ഏതൊരു സിറ്റുവേഷനിലും സമാധാനമായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന 3 റിയൽ ചോയ്സസേ ഉള്ളൂ ലൈഫിൽ. അതല്ലാതെ നമ്മൾ എന്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ലൈഫിൽ സമാധാനം ഉണ്ടാവില്ല. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ഇറ്റ്. അതായത് നിങ്ങൾ എന്ത് സാഹചര്യത്തിലാണോ ഉള്ളത് ആ സാഹചര്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഡിഫിക്കൽട്ട് റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, നിങ്ങൾക്കൊരു അത്രയും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലല്ല നിങ്ങളുള്ളതെന്ന് വിചാരിക്കുക. അതാണ് നിങ്ങളുടെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പോൾ ഒന്നാമത്തെ ചോയ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ഇറ്റ്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയാണോ ആ പാർട്ട്ണറിനെ നിങ്ങൾ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റപ്പെടുത്തലുകളോ ബ്ലെയിമിൻ്റെയോ ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ട്? നമുക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നു, ഓക്കെ എൻ്റെ പാർട്ട്ണർ ഇങ്ങനെയാണ്, അതായത് എൻ്റെ പാർട്ട്ണർക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ലവ് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇന്ന കാര്യങ്ങളിൽ ഹീ ഈസ് ഗുഡ്. ഇങ്ങനെ നമ്മൾ ആ ഒരു സാഹചര്യത്തിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് മറ്റൊരാളോട് പറയാനോ അല്ലെങ്കിൽ നമ്മൾ അതിനെ തന്നെ ആലോചിച്ചിട്ട് അയ്യോ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ അങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ വിഷമിച്ചിരിക്കലല്ല. നമ്മൾ ആ ഒരു സാഹചര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. രണ്ടാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇറ്റ്. അതായത് നിങ്ങൾക്ക് ഈ സാഹചര്യം ഏതെങ്കിലും രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ ഇന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല, നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്താണ് അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുക? ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ആ ആക്ഷൻ എടുക്കാം.
പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് മറ്റൊരാളെ ചേഞ്ച് ചെയ്യാൻ ഒരു പരിധിയിൽ കൂടുതൽ പറ്റില്ല. അതായത് ഓരോരുത്തരും ഓരോ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അറിവ് വെച്ചിട്ട് മറ്റൊരാളെ തിരുത്താൻ നമ്മളും ആക്ച്വലി അത്രയും വലിയ ആളൊന്നും അല്ലല്ലോ. അതായത് നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ഒരു ബിഹേവിയറും എല്ലാം നമ്മൾ നേടിയിട്ടുള്ള അറിവിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പോഷർ, നമ്മൾ പരിചയപ്പെട്ട അല്ലെങ്കിൽ അറിഞ്ഞ ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസസ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടർ ബിൽഡായിട്ടുള്ളത്. അതുപോലെ മറ്റൊരു വ്യക്തിൻ്റെ ക്യാരക്ടർ ബിൽഡായിട്ടുള്ളത് അവർക്ക് കിട്ടിയിട്ടുള്ള അറിവുകളും അവർ പരിചയപ്പെട്ട ആളുകളും അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പോഷറിൽ നിന്നാണ്. സോ അവരത് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കാത്തിടത്തോളം നമുക്ക് മറ്റൊരാളെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ പുറത്ത് ചിലപ്പം ചില ആക്ഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചേഞ്ച് ആവാം. അപ്പോൾ അതാലോചിച്ചിട്ട് ആ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോയ്സ്. ഇനി മൂന്നാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് യു കനോട്ട് ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് യു കനോട്ട് ചേഞ്ച് എനിത്തിങ് അബൌട്ട് ഇറ്റ്, ദെൻ ജസ്റ്റ് കം ഔട്ട് ഓഫ് ഇറ്റ്. അതാണ് മൂന്നാമത്തെ ചോയ്സ്. സോ ഈ ഒരു കേസിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തോട്ട് വരിക എന്നുള്ളതാണ് മൂന്നാമത്തെ ചോയ്സ്. സോ നമ്മൾ മനുഷ്യന്മാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ചോയ്സസിൽ ഒന്നും എടുക്കാതെ നമ്മളെപ്പോഴും ഈ ഒരു സിറ്റുവേഷൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചും മറ്റുള്ള ആളുകളോടും പറഞ്ഞും നമ്മുടെ മൈൻഡിലൊരു റെസിസ്റ്റൻസ് ഇങ്ങനെ തീർത്തുകൊണ്ടേയിരിക്കും. ഞാൻ മറ്റൊരു എക്സാമ്പിളും കൂടി പറയാം. നിങ്ങളൊരു ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോബിലാണെന്ന് പറയാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ IT ജോബ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. ഒരുപാട് ഡെഡ് ലൈൻസ് നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചില സമയത്ത് നമ്മൾ വല്ലാണ്ട് അങ്ങനെ ഓവർ ലോഡഡ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്, അല്ലേ? വർക്ക് ലോഡ് നമുക്ക് ഓവറായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 ചോയ്സസ് എടുത്ത് നോക്കാം. ഒന്നാമത്തെ ചോയ്സ് ആക്സെപ്റ്റ് ഇറ്റ്. അതായത് ഓക്കെ, എൻ്റെ ഈ ഒരു വർക്കിൻ്റെ രീതി ഇങ്ങനെയാണ്, പക്ഷേ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സാലറി എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ജോലിൻ്റെ ബ്ലെയിം ചെയ്യാനോ നിൽക്കാണ്ട് ഐ ഡു മൈ വർക്ക്. ഇതാണ് ആക്സെപ്റ്റ് ഇറ്റ്. രണ്ടാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് എന്താ? ചേഞ്ച് ഇറ്റ്. ഓക്കെ, എന്നെക്കൊണ്ട് ഇത് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് എങ്ങനെ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും? ഓക്കെ, ഞാൻ എൻ്റെ മാനേജറിൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കാം. എനിക്ക് ഒരുപാട് ഓവർലോഡാണ്, എനിക്ക് ഇത്രയും വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരാളെയും കൂടെ ഇതിലോട്ട് അലോക്കേറ്റ് ചെയ്യണം, വർക്ക് നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരാളെയും കൂടെ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ആലോചിച്ചിട്ട് അതിനു വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കാം. അതേപോലെ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ടെൻഷനും സ്ട്രെസ്സും കുറക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് ചേഞ്ച് ഇറ്റ്. ഇനി ഇതിൽ വരുന്ന മൂന്നാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് കം ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, ഒരു തരത്തിലും എന്നെക്കൊണ്ട് ഈ ഒരു ജോലി തുടരാൻ പറ്റുന്നില്ല, ഞാൻ ഈ ജോലി ക്വിറ്റ് ചെയ്യുന്നു. ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 3 എടുക്കാണ്ട് എപ്പോൾ നോക്കിയാലും അയ്യോ എൻ്റെ വർക്ക് ഇങ്ങനെയാണ്, ഒരുപാട് സ്ട്രെസ്സാണ്, എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ലേ, എനിക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാലറിയും ഇല്ല, ഇങ്ങനെ നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നതോറും, അതായത് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളും നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് ഇങ്ങനെ പറയുന്നിടത്തോളം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഒരു ഇതിനോടുള്ളൊരു എന്താ പറയുക ഇഷ്ടക്കുറവുണ്ട് ഈ ഒരു ജോലിനോട്. അതിൻ്റെ മേലെ നമ്മളിങ്ങനെ റെസിസ്റ്റൻസ് ഇങ്ങനെ തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കൊണ്ട് എന്താണ്, നമ്മുടെ മനസ്സമാധാനം പോകുന്നല്ലാണ്ട് നമുക്ക് ഒരു റിസൾട്ടും വരുന്നില്ല അതിനെക്കൊണ്ട്. നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കും, നിങ്ങൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലത്തെ ഏർജൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എപ്പോഴും എന്തായിരിക്കും, ഫുള്ളി പ്രസൻ്റ് ആയിരിക്കും. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കില്ല, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കില്ല. നിങ്ങൾ എന്താ ചെയ്യുക? അതിന് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ, കുറേ പൈസ വേണ്ടി വരും, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് കുറേ പൈസ വേണ്ടി വരും, എനിക്ക് എന്തൊക്കെ രീതിയിൽ ആ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ ആൾക്ക് എനിക്ക് എന്തൊക്കെ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഏതൊരു എമർജൻസി കണ്ടീഷനിലും നിങ്ങൾ ഫുള്ളി പ്രസൻ്റ് ആയിരിക്കും ആ ഒരു മൊമെൻറ്റിൽ. അപ്പം അങ്ങനെ ഫുള്ളി പ്രസൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി വരും. നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ നമുക്ക് റിസൾട്ടിന് വേണ്ടി ചെയ്യാൻ പറ്റും നമ്മൾ ഫുള്ളി പ്രസൻ്റ് ആയിരിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും ഈ പറയുന്ന ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മുടെ ജീവിതത്തിലെ
മിക്കവാറും എല്ലാ സമയത്തും നമുക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ പിന്നെ കുറേ പ്രശ്നങ്ങൾ ഒഴിവായി പോവില്ലേ അല്ലേ? സോ നമുക്ക് ഈ ഒരു മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഞാൻ ചെയ്തിട്ടുള്ള 1-2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഓവർ തിങ്കിങ്ങിലോട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് നമ്മളൊന്ന് പോസ് ചെയ്യാം. അതായത് ഒരു കൊട്ട് കൊടുത്തിട്ടൊന്ന് പോസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു തോട്ട്സൊന്നും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ കുറച്ചൊന്ന് പുറകോട്ട് വലിച്ചിട്ട് ഒരു തേർഡ് പാർട്ടിയായിട്ട് നിന്നിട്ട് നോക്കുക. ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കേണ്ടെന്ന് ആവശ്യമുണ്ടോ? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പം നല്ലൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും നിങ്ങളിങ്ങനെ ഒരുപാട് പല കാര്യങ്ങളും ചിന്തിച്ചിട്ട്, അതായത് കഴിഞ്ഞു പോയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ നാളെ നടക്കാനിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് പേടിച്ചിട്ടോ ഒക്കെ ഇങ്ങനെ ഫുള്ളി ഡിസ്റ്റർബ് ആയിരിക്കുന്നൊരു മൊമെൻ്റ് ആണെന്ന് വിചാരിക്കാം. ജസ്റ്റ് ഒരു കൊട്ട് കൊടുത്തിട്ട് ആലോചിക്കാം, ഞാനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു നല്ലൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു മൊമെൻറ്റിലോട്ട് ഫോക്കസ് ചെയ്യാം അല്ലേ? ആ ചായ ഒന്ന് സ്മെൽ ചെയ്ത് നോക്കാം, അതിനൊന്ന് ആസ്വദിച്ച് കുടിച്ചു നോക്കാം. സോ ഇങ്ങനെ നമ്മളെ എന്തൊരു പ്രശ്നത്തിൽ വരുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ മൈൻഡിനെ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ എൻ്റെ മോളെ കൂടെ നടക്കാനൊക്കെ പോകുന്ന സമയത്ത് മുമ്പൊക്കെ പലപ്പോഴും എൻ്റെ മൈൻഡ് ഇപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതായത് അടുത്ത എന്താണ് ഫുഡ് ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ചെയ്യും നടക്കുന്ന സമയത്താണെങ്കിലും എല്ലാം. പക്ഷെ ഇപ്പോൾ അത് പഴയതിനേക്കാൾ എത്രയോ ബെറ്ററാണ്. ഞാൻ ചില ദിവസങ്ങളിലെങ്കിലും ഫോൺ എടുക്കാതെ പോകാൻ വേണ്ടി ശ്രമിക്കും. അതായത് ഫോൺ ഉള്ള സമയത്ത് നമുക്ക് കുറച്ച് ഡിസ്റ്റർബിങ് ആണല്ലേ. അപ്പോൾ ഫോൺ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ രണ്ടാളും ഇടയ്ക്കൊന്ന് നടക്കാനൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് എൻ്റെ മോൾ എന്നെ ആ ഒരു മൊമെൻറ്റിലോട്ടേക്ക് കൊണ്ടുവരും. അതായത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പറയും, ഇന്നലെ കണ്ടപ്പോൾ ഇത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇതെന്താ ഇന്ന് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോൺവെർസേഷൻ നടത്തുന്ന സമയത്താണ് നമ്മൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യൽ മീഡിയ, ഫോൺ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മളിങ്ങനെ വെറുതെ നടക്കാനിറങ്ങുമ്പോഴും എല്ലാം നമുക്ക് ഒരു ഒബ്സർവേഷൻ സ്കിൽസ് വളരെ കൂടുതലായിരുന്നു. നമ്മൾ ചുറ്റുപാടിലുള്ള ആളുകളെയും ചുറ്റുപാടിലുമുള്ള പല കാര്യങ്ങളെയും നമ്മൾ വളരെയധികം ഒബ്സർവ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫോൺ വന്നതോടുകൂടി നിങ്ങളിപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിലും നമ്മൾ പുറത്തു പോലും നോക്കുന്നില്ല, നമ്മൾ ഫുൾ ടൈം ഫോണിലായിരിക്കും അല്ലേ? സോ എന്താ പറയുക, നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിലോട്ട് നമ്മളുടെ മൈൻഡിനെ പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കോൺഷ്യസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് നാച്ചുറലി നമുക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ നാച്ചുറലി നമുക്കത് വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പം ഈ ഒരു പ്രത്യേകിച്ച് ഈ ഫോണും ഇതൊക്കെ വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഫോണും വെച്ച് ഇരുന്നാൽ തന്നെ ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ടല്ലേ. ഇൻസ്റ്റാഗ്രാം റീൽസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും പോരാ. നമ്മളെ സന്തോഷിപ്പിക്കണമെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു ഇതിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറയുമോ, കഴിഞ്ഞൊരു വർഷം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർഷമാണ്. ഈ ഒരു വർഷത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതിനു മുമ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 2 ഇൻ്റർനാഷണൽ ട്രിപ്സ് പോയിട്ടുണ്ട്. സിംഗപ്പൂർ പോയിട്ടുണ്ട്, ദുബായിൽ പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ മെൻ്റലി ഏറ്റവും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ടെമ്പററി പ്ലഷർ തരുന്നുണ്ടായിരുന്നു. അതായത് ആ ഒരു ട്രിപ്പ് നടക്കുന്ന സമയത്ത് ഓക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നമ്മൾ അഗെയിൻ ബാക്ക് ടു ദാറ്റ് ലോ ലൈഫ് കണ്ടീഷൻ. കഴിഞ്ഞൊരു വർഷം എന്ന് പറയുന്നത് ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിലൊന്നാമത്തെ കാര്യമാണിത്. ഇനി അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ മറ്റുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഫ്രം വിതിൻ ഉണ്ടായിട്ടുള്ള കുറേ ഷിഫ്റ്റ്സ് ഉണ്ട്, മെൻ്റൽ ഷിഫ്റ്റ്സ്. അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നൊരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അല്ലാത്തടത്തോളം നമ്മൾ എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും ഒരു ടെമ്പററി പ്ലഷർ മാത്രമായിരിക്കും. നമ്മൾ ഒരിക്കലും ഒരു ഫുൾഫിൽഡ് ആയിട്ട് തോന്നില്ല. അതായത് നമ്മളെല്ലാം കൊണ്ടും സംതൃപ്തി എന്ന് പറയില്ലേ, ജീവിതത്തിലെ ആ ഒരു സംതൃപ്തി അത് നമുക്ക് കിട്ടൂല.
അത് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചേഞ്ച് ആവാനുണ്ട്. 2 കാര്യങ്ങൾ പറഞ്ഞു. പോസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഏതൊരു സിറ്റുവേഷനിൽ വരുമ്പോഴും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കുക എന്നുള്ളത്. അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വാട്ട് ഇഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് പല ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലേ. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇടയ്ക്ക് ഉള്ളൊരു ടെൻഷനായിരുന്നു, ഇനി എനിക്ക് ജോലിക്ക് തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിലോ, എനിക്കിനി ജോലി കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ നമ്മളെ ഇങ്ങനെ എപ്പോഴും ടെൻഷനാക്കിക്കൊണ്ടിരിക്കുന്ന വാട്ട് ഇഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. നമുക്ക് കഴിഞ്ഞു പോയ ഒരു കാര്യങ്ങളും നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല നമ്മുടെ ലൈഫിൽ. അതേപോലെ വരാൻ പോകുന്ന ഒരു കാര്യത്തിലും നമുക്കൊരു കൺട്രോളും ഇല്ല. നമ്മുടെ കൺട്രോളിലുള്ള ശരിക്കും റിയലായിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ഈ ഒരു മൊമെൻ്റാണ്. ഈ ഒരു മൊമെൻറ്റിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചിട്ട് ഫ്യൂച്ചറിലേക്ക് ഒന്നും പ്ലാൻ ചെയ്യേണ്ട, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പ്ലാനിങ്ങും ഡിസിപ്ലിനും ഒക്കെ വേണം ജീവിതത്തിൽ. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് ആൻസൈറ്റി, അതായത് ഭാവിയെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുള്ള ആൻസൈറ്റി വേണ്ട എന്നുള്ളതാണ്. അതുപോലെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള റിഗ്രറ്റ്, അതേപോലെ സങ്കടങ്ങൾ വേണ്ട എന്നുള്ളതാണ്. സോ എൻ്റെ മോള് ബായ് ബായ് പൂപ്പി എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഇതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളോടും ബായ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മൈൻഡ്ഫുൾനെസ് നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാം. ഒരു റൈസ് ഓഫ് എ വണ്ടർ വുമൻ്റെ ഫസ്റ്റ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു ബി ഫുള്ളി അലൈവ് ഇൻ എവറി മൊമെൻറ്റ്. സോ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ടേക്ക് എ ഡീപ്പ് ബ്രെത്ത്. എന്നിട്ട് എന്ത് പറയണം? ഐ ചൂസ് ടു ലിവ് ഇൻ ദിസ് മൊമെൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ടും ഇടാം ദാറ്റ് ഐ ചൂസ് ടു ലിവ് ഇൻ ദിസ് മൊമെൻറ്റ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതുവരെ എല്ലാവർക്കും താങ്ക് യു.